വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മുടെ എല്ലാവരുടെയും 10ാം ക്ലാസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കില്ലേ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കുക, നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ ഫീസ് ഹാപ്പി ആക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെ നമുക്കൊരു SSLC ബാച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോകാം, SSLC സിലബസ് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് കവർ ചെയ്യാം, എങ്ങനെ നമ്മൾ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് ഫുൾ A+ SSLCയിൽ വാങ്ങിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു 8 ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ ദി സിലബസ് ക്ലിയർലി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ഒരു വർഷം നമുക്ക് 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും സിലബസിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഒത്തിരി ചാപ്റ്റേഴ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണ്ടൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള സിലബസാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ മാറിയ സിലബസിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള ധാരണ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് നിരവധി യൂട്യൂബ് ചാനലുകൾ നമുക്ക് ലഭ്യമാണ്. അത് നോക്കി നിങ്ങൾക്ക് എന്താണ് സിലബസിലുള്ള മാറ്റം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. മാറിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഈ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ ദി സിലബസ് ക്ലിയർലി എന്നാണ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ടൈം ടേബിളാണ്. നമ്മളെല്ലാവരും പഠിക്കാനിരിക്കുമ്പോൾ 1, 2, 3 സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കൂലേ. ഒരു ടൈം ടേബിൾ പറ്റുന്നില്ല, അടുത്ത ടൈം ടേബിൾ പറ്റുന്നില്ല, മൂന്നാമത്തെ ടൈം ടേബിൾ പറ്റുന്നില്ല, അങ്ങനെ ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കും, നമ്മളത് കീറിക്കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ആ ടൈം ടേബിളിൽ നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ നമുക്ക് ബ്രേക്ക് വേണം, എപ്പോൾ ഫുഡ് കഴിക്കണം, എപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം എന്നതിനൊക്കെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവണം. വെറും ഒരു ടൈം ടേബിൾ അല്ല അത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട, ഒരു ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, സ്റ്റഡി ടൈം ടേബിൾ. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലോട്ടേക്ക് പോകാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റിക്ക് ടു ദി ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ്. നമുക്കറിയാം SSLC എക്സാമിനൊക്കെ NSC എക്സാമിനൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത്, SSLCയിൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരുന്നത്. SSLC ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അതേ ക്വസ്റ്റ്യൻസ്, അതേ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കുക, അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. മറ്റുള്ള ഗൈഡിൻ്റെ ഒക്കെ പിറകെ പോകാതെ NCERT സിലബസ് വളരെ കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് SSLCയിൽ ഫുൾ A+ വാങ്ങിക്കാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ബുക്ക് എന്ന് പറയുന്നത് SCERT തന്നെയാണ്. SCERT ആണ് നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നമുക്ക് നാലാമത്തെ പോയിന്റിലോട്ടേക്ക് പോകാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, മേക്ക് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബുക്കിലോട്ടേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ടേക്കോ മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് അതൊന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പെന്നോ അതേപോലെ തന്നെ സ്കെച്ച് പോലത്തുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള, അപ്പോൾ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് നമുക്കതിനെന്താകാം, കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിവിഷനെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നാലാമത്തെ ടിപ്പ് മനസ്സിലായെന്ന് തോന്നുന്നു, മേക്ക് ഷോർട്ട് നോട്ട്സ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ടേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഏത് ഭാഗമാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഗ്രേഡ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്
ഹെൽപ്പ് ചെയ്യും. എക്സ്പെഷ്യലി മാത്സ് പോലത്തെയുള്ള സബ്ജക്റ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കോർ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതെന്തായാലും ചെയ്ത് നോക്കാം. അടുത്ത 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റിവൈസ് റെഗുലർലി എന്നാണ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം നമ്മളുടെ മനസ്സിൽ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇരിക്കുള്ളൂ. അത് നമ്മുടെ മനസ്സിൽ വളരെ കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് പതിയണം. നമുക്ക് എക്സാമിന് അത് കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആ പഠിച്ച ടോപ്പിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും റിവൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആഴ്ചയുടെ വീക്കെൻഡിൽ ശനിയും ഞായറും ഇരുന്ന് 2 ദിവസം ഇരുന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡീസിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരാഴ്ച എടുത്ത കാര്യങ്ങൾ 2 ദിവസം ശനിയും ഞായറും ഇരുന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് മാസത്തിൽ റിവിഷൻ നടത്താം. അത് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ റിവിഷൻ അങ്ങനെ നിങ്ങളുടെ റിവിഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് നിങ്ങൾക്ക് ഓർമ്മശക്തി കൂട്ടാൻ, പഠിച്ച കാര്യങ്ങൾ മറക്കാതെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാനായിട്ട്, ആൻസർ പേപ്പറിൽ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 6ാമത്തെ ടിപ്പ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് 7ാമത്തെ ടിപ്പിലോട്ടേക്ക് പോകാം. 7ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ആസ്ക് ഡൗട്ട് ആൻഡ് ക്ലാരിഫൈ ഇമ്മീഡിയറ്റ്ലി. നമുക്കെല്ലാവർക്കും പഠിക്കുമ്പോൾ ഡൗട്ട് വരാറുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഡൗട്ട് വരുള്ളൂ. പക്ഷേ ആ ഡൗട്ട് നമ്മളെപ്പോഴും ക്ലിയർ ചെയ്യാനായിട്ട് മടി കാണിക്കാറുണ്ട്. നമ്മൾ പേടിച്ചിട്ടോ എന്തോ കൊണ്ടോ നമ്മൾ ടീച്ചർമാരുടെ അടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പോകാറില്ല. പക്ഷേ ആ ഒരു പ്രവണത തെറ്റാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളുടെ സ്റ്റഡീസും കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 6ാമത്തെ ടിപ്പ് ഓക്കെ ആണെന്ന് തോന്നുന്നു. 7ാമത്തെ ടിപ്പ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ലാസ്റ്റത്തെ ടിപ്പിലോട്ടേക്ക് പോകാം. ബട്ട് നോട്ട് ലീസ്റ്റ് 8ാമത്തെ ടിപ്പ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാം. നിങ്ങളെ അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. മറ്റുള്ളവരാരുമല്ല നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിനോട് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എനിക്ക് ഇന്ന് ഈ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം മാത്രം രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങുക. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരാണെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം മ്യൂസിക് കേൾക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. ആൻഡ് താങ്ക് യു.